പെരിയാറിൽ മാലിന്യമൊഴുക്കിയ കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇടയാർ CG ലൂബ്രിക്കൻ്റ് എന്ന കമ്പനിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. SKN പെരിയാറിൽ മത്സ്യക്കുരുതി നമ്മൾ കണ്ടതാണ് മാലിന്യമൊഴുക്കിയതിനെ തുടർന്ന്. പക്ഷേ വീണ്ടും സമാനമായ രീതിയിൽ മാലിന്യമൊഴുക്ക് തുടരുന്നതും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഈ PCB ഉദ്യോഗസ്ഥർ അവിടെ എത്തി എവിടെ നിന്നാണ് മാലിന്യം വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ സാമ്പിളൊക്കെ സ്വീകരിച്ച് പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രദേശവാസിയായ ബഷീർ ഏലൂർ പോലീസിൽ ഒരു പരാതി നൽകിയത് ഈ കമ്പനിക്കെതിരെ. തുടർന്നാണ് CG ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കമ്പനിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഹാനികരമാകുന്ന രീതിയിൽ മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയത് എന്നാണ് FIR-ൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 269, 277 പൊതുജലസ്രോതസ് മലിനമാക്കുക, അതോടൊപ്പം തന്നെ രോഗബാധ പടർത്തുന്ന രീതിയിൽ ഹാനികരമാകുന്ന രീതിയിൽ അണുബാധ പുറത്തേക്ക് വിടുക, ഈ 2 വകുപ്പുകൾ ചുമത്തിയാണ് കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. PCBയുടെ നടപടി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നടപടിയും ഈ കമ്പനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിദാരുണമായ സംഭവമാണ്. നമുക്ക് മുൻപിൽ വലിയൊരു ഉദാഹരണമുണ്ട് മത്സ്യക്കുരുതി നടന്നത്. അതിനുശേഷവും പെരിയാറിലേക്ക് മാലിന്യം ഇത്തരത്തിൽ തുടർച്ചയായി ഒഴുക്കി വിടുന്നു എന്നുള്ളത് അധികാര വൃത്തങ്ങളെ അല്ലെങ്കിൽ അവരുടെ എല്ലാം വീഴ്ച കൂടി തുറന്നു കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ജൂലി നവമി പറയുന്നു, ആർജവമുള്ളൊരു മാധ്യമപ്രവർത്തകനായിരുന്നു താങ്കൾ, ഇപ്പോൾ ഒരു വ്യവസായി മാത്രമാകുന്നു എന്നാണ് ജൂലിയുടെ പരാതി. എൻ്റെ ജൂലി, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യവസായം നടത്തുന്നു അത്ര പാപമായിട്ട് ഞാൻ കരുതുന്നില്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ, ഈ പണം സമ്പാദിച്ച ആൾക്കാരെ, കോടീശ്വരന്മാരെയൊക്കെ കാണുമ്പോൾ പൈസക്കാരെന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കാറുണ്ട്. പണം ഉണ്ടാക്കാനൊക്കെ വലിയ പാടാണ്. അത് നേരായ വഴിക്കാണെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് സമ്പാദിക്കുകയോ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് വ്യവസായങ്ങൾ നടത്തുകയൊന്നും ചെയ്യുന്നത് പാപമായി ഞാൻ കരുതുന്നില്ല. പക്ഷേ താങ്കൾ കരുതുന്ന പോലെ ഒരു വ്യവസായിയുടെ കുപ്പായം പലപ്പോഴും എനിക്ക് ചേരാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു വ്യവസായി ആകുന്നത് വലിയൊരു പാപമായിട്ട് ഞാൻ കരുതുന്നതുമില്ല. കാരണം ഈ ഫ്ലവേഴ്സിൻ്റെ നെറ്റ്വർക്ക് ആകാശത്തോളം വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലെങ്കിൽ അതൊരു വ്യവസായിയുടെ മനസ്സിൻ്റെ അവസ്ഥ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകൻ്റെ കുപ്പായം അതിന് മുകളിലാണ് എന്ന് കൂടി താങ്കൾ മനസ്സിലാക്കുക.